സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഇരു കേസുകളിലും അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടിയിട്ടുമുണ്ട്. ഷമീറാണ് ചേരുന്നത്. ഷമീർ, ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ സ്വാഭാവിക ജാമ്യം? കാരണം കുറ്റപത്രം 90 ദിവസം കഴിഞ്ഞിട്ടും സമർപ്പിച്ചിട്ടുമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷാമിലി, സ്വാഭാവിക ജാമ്യം തന്നെയാണ് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബുവിന് ലഭിച്ചിരിക്കുന്നത്. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിലാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നതെങ്കിലും കർശനമായ ജാമ്യ ഉപാധികൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഈ ക്രൈം നടന്നിരിക്കുന്ന പത്തനംതിട്ട ജില്ലയുടെ റാന്നി കോടതി പരിധിയിൽ പ്രവേശിക്കരുത്. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, കണ്ടീഷനുകൾ ഇതിനകത്തുണ്ട്. ഒപ്പം തന്നെ ഇന്ന് കോടതിയിൽ തന്ത്രിയെ ഹാജരാക്കിയിരുന്നു. തന്ത്രിയുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂട്ടി നീട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസിന്റെ ഒരു ഗ്രാവിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. കാരണം കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെയായിട്ടും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, കൂടുതൽ പ്രതികളിലേക്ക് എത്തണം തുടങ്ങിയ പ്രധാനമായ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അതൊക്കെ തന്നെ എത്തിയ ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് SITയുടെ നിഗമനം. എന്തായാലും ED ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജാമ്യത്തിൽ നിന്നും മുരാരി ബാബു പുറത്തിറങ്ങിയാൽ ED ഒരു പക്ഷേ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. ഷാമിലി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2ാം പ്രതിയാണ് മുരാരി ബാബു. ഈ കേസുകളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആദ്യ ആളും കൂടിയാണ്. എന്തായാലും കർശന ഉപാധികളോടെയാണ് കോടതി നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.